എടാ മോട്ടു, നീ എന്നെ നിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടല്ലേടാ. നിനക്കുള്ള ഞാൻ പണി തരാൻ ഞാൻ നിന്റെ വീടിനകത്ത് കയറി നിന്റെ കാറ് എല്ലാം അതുപോലെ എങ്ങനെ കൊല്ലുവാ. നീ എന്നെ ഇറക്കി വിട്ടല്ലേ. ഞാൻ ഈ വീട്ടിൽ താമസിക്കൊണ്ടിരുന്ന് ചോദിച്ചത് നീ എന്നെ ഇറക്കി വിട്ടല്ലേ. ഒക്കെ എടുത്തിന്റെ വണ്ടി എല്ലാം അടിച്ച് പൊളിക്കും. ഇവനെ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കഴിച്ചു. അതുകൊണ്ട് ഇവന്റെ വീട് ഞാൻ കത്തിക്കണ്ടേ, നിങ്ങൾ തന്നെ പറ. അപ്പത്തേക്കും ഇവനെ ഇറക്കിട്ട് ഇവനെ ഞാൻ കൊല്ലുകയും ചെയ്യും. തടിയൻ മോട്ടു നിന്ന് അവസാന ദിവസം കണക്കാക്കിയാ. ഇത് പട്ടുലുന്റെ സൗണ്ട് അല്ലേ? പട്ടുല് വെളിയിൽ വന്നിക്കണ. ഇവൻ മിക്കവാറും എന്റെ അടി വാങ്ങിയിട്ടേ പോവും. ഈ കള്ള പട്ടുലു ഓടാ വേണ്ട. പട്ടുലു എന്താ എന്റെ വീടിന്റെ ഫ്രണ്ടില് നിന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടേയില്ലേ? നീ പിന്നെ ഇവിടെ വന്നേ. എടാ നിനക്ക് ഇപ്പൊ ഇടിയൊന്നില്ലേ? അതുപോലെ ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. എടാ പട്ടുലു ഇറങ്ങണ വീട്ടിൽ നിന്റെ. മോട്ടു, നീ ഇത്ര സൈസ് ഒന്ന് നോക്കാതെ എന്നെ അടിക്കാതെ മോട്ടു. പ്ലീസ് മോട്ടു, എന്നെ അടിക്കാതെ മോട്ടു. ഇറങ്ങി പോടാ പട്ടുലു. മോട്ടു, അയ്യോ മോട്ടു, എന്നെ വീണ്ടും അടിച്ചിറക്കി. നിനക്കുള്ള പണി ഞാൻ തരും. നോക്കുന്നു, നീ കുറിച്ച് വെച്ചോളാം. ഞാൻ വരും. അരമണിക്കൂറിനതിനായി ഇവിടെ വരും. നിനക്കുള്ള പണിയുമായി നീ നോക്കിയിരുന്നു. ഇവനെ അടിച്ചിറക്കാൻ വിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവനെ ഞാൻ നല്ലൊരു പണി ഞാൻ കൊടുക്കും. നമുക്ക് എന്തായാലും ഇനി പോലീസ് സ്റ്റേഷനിലോട്ട് ഈ കംപ്ലൈന്റ് കൊടുക്കാൻ നമുക്ക് പറ്റും. അപ്പൊ നമുക്ക് എന്തായാലും വെളിയിലോട്ട് ഓടി ഇറങ്ങാം. വൈദ്യം വരുന്നു. വൈദ്യ എന്നെ രക്ഷിക്കുമോ? എന്നെ മോട്ടു എന്നെ അടിച്ചു, അതുകൊണ്ട് എന്നെ രണ്ടാക്കി തരും. നിങ്ങളൊരു മരുന്നില്ലേ? പട്ടുലു എന്നെ രണ്ടാക്കി ഞാൻ 5 തരും. എന്നാ പിടിച്ചോ മരുന്ന്. ഇതിന് കുടിച്ചാൽ എനിക്ക് 5 ആവും. താങ്ക്സ് വൈദ്യ. ഗൈസ്, നമുക്കാണെങ്കിൽ വൈദ്യനൊരു മരുന്നുണ്ടോ, അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മള് 5 ആവും. ഗൈസ്, നമ്മളങ്ങനെ 5 ആയിട്ടുണ്ട്. അപ്പം നേരെ മോട്ടു ഇടിക്കാൻ നമുക്ക് പോവാം. എല്ലാരും ശ്രദ്ധിക്കും, മോട്ടു തടിയനാണ്. അപ്പൊ ഒന്നും നോക്കിയാൽ അടിക്കണം. അപ്പൊ നിങ്ങളെ കണ്ടാൽ എന്തായാലും പേടിക്കും. അതുകൊണ്ട് പേടിക്കണം. മോട്ടു അവിടെ നിൽക്കുന്നതല്ല. മോട്ടു, നീ കണ്ടോടാ എന്റെ ബാക്കിൽ എത്ര ആള് വന്ന്. നീ ഇങ്ങനെ എത്ര പേരാക്കിയേ? മോട്ടു, നിന്നെ അടിക്കാൻ വേണ്ടിയാടാ ഞാൻ കൊണ്ടുവന്നേ. അയ്യോ പട്ടുലു, എന്നെ അടിക്കാതെ പട്ടുലു. നിന്നെ പിടിച്ചോടാ, നിനക്ക് എന്നെ അടിക്കണമല്ലേ നേരത്തെ. നിന്നെ പിടിച്ചു. നിങ്ങളെ വീട് കൂടെയാണ് ഇത് കേട്ട. ബാക്കിയുള്ള പട്ടുലൂസ് നിങ്ങളെ ഞാൻ പട്ടുലൂസ് എന്ന് വിളിക്കും. അപ്പം എല്ലാരും റൂമൊക്കെ എടുത്ത് സേഫ് ആയിട്ടിരുന്നു കേട്ടോ. ഇനി മോട്ടുവിനൊരു ചേട്ടൻ ഉണ്ട്. അപ്പൊ മിക്കവാറും വരും. നമുക്ക് എന്തായാലും മുകളിൽ പോയിക്കാം. മിക്കവാറും മോട്ടുവിനൊരു ചേട്ടുണ്ട്. ഇതുവരെ പോയിരിക്കുവനെ പോലെ അവൻ വരും മിക്കവാറും. അവനെയും കൂടെ മിക്കവാറും തിരിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് എന്തായാലും ഗെയിമിംഗ് റൂമിനകത്തേക്ക് വിളിച്ചിരിക്കാം. ഗെയിമിംഗ് റൂം അല്ല, ജിമ്മും കൂടെയാണ്. എല്ലാരും കയറും. ഞാൻ എന്തായാലും താഴെ എടുത്ത് വിളിച്ചിരിക്കാം. അതോ വന്നാലോ പറയാൻ പറ്റില്ല. എല്ലാരും തോക്ക് കൂടെ കയ്യിൽ വെച്ചിരുന്ന കേട്ടോ. AK-47 തോക്കും കൂടി വെച്ചിരുന്നു. പട്ടുലു, നീ എന്റെ അനിയനെ കൊന്നല്ലേടാ പട്ടുലു. എന്റെ അനിയന്റെ വീട്ടിൽ വന്നിട്ട് നീ എന്റെ അനിയനെ കൊന്നല്ലടാ. അപ്പൊ എന്ത് ചെയ്തിട്ടാടാ നീ അവനെ കൊന്നത്? നിന്നെ ഞാൻ തീർക്കുമോടാ. പട്ടുലു, നീ ചത്തടാ പട്ടുലു. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് എടുക്കാം. വണ്ടി എടുത്തുണ്ടു. ഇവിടെ പോയ പട്ടൊരു കുറെ പേരുണ്ടെന്നോ കൂട്ടാളികൾ. അല്ലാതെ ഒരിക്കലും മോട്ടോട്ട് തേത്തോടൂല. അതുകൊണ്ട് നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ. സാറേ എന്റെ അനിയൻ മോട്ടുവിനെ പട്ടുലു അടിച്ചു സാറേ. നീട്ട് മാറിയില്ല. സാറേ, അയ്യോ പോലീസുകാരൻ രക്ഷിക്കൂലെന്ന് തോന്നുന്നു. നമ്മളത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. സാറുമാരെ, എൻ്റെ അനിയൻ മോട്ടുവിനെ പട്ടുലു അടിച്ച്. അയ്യോതെ പീക്കറി കയറിയാണ്. നമുക്കൊന്നൊരു കാര്യം, നീ പോടാ, അല്ലെ നിന്നെ അടിച്ചിറക്കി വിടും. അയ്യോ, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ അനിയൻ മോട്ടുവിനെ അവൻ അടിക്കുകയും ചെയ്തു, കൊല്ലുകയും ചെയ്തു. വൈദ്യൻ പോകുന്നു. വൈദ്യൻ്റെ അടുത്ത് സഹായം ചോദിച്ചു നോക്കാം. വൈദ്യ സാർ, എനിക്ക് പട്ടുലുവിനെ അടിക്കണം. അതുകൊണ്ട് വലിയ സഹായം ചെയ്യൂ. പട്ടുലു നേരത്തെ മരുന്ന് വാങ്ങിച്ചിട്ട് പോയി. ഒരാൾ 2 മരുന്ന് വാങ്ങിച്ചിട്ട് പോയി. വൈദ്യ, എനിക്കും കൂടെ അതൊരു ഓടാൻ നിനക്കൊരാ നിന്റെ കയ്യിൽ ഞാൻ തന്നിട്ടുണ്ട്. നീ അത് പയ്യെ കുടിച്ചാൽ മതി. താങ്ക്സ് വൈദ്യ, താങ്ക്സ്. അങ്ങനെയാണല്ലേ പട്ടുലു 4-5 പേര് കേട്ടു നിന്റെ അനിയനെ കൊന്ന്. അപ്പൊ നമ്മളും കുടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം. എന്നിട്ട് നമുക്ക് പട്ടുലുവിനെ അടിച്ചുറങ്ങാം. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളെ പട്ടുലുവിനെ അടിക്കുന്നത് കറക്റ്റ് നമ്മൾ കാണിത്തരും. നിങ്ങൾക്കും ചിലപ്പം ദേഷ്യം കാണും പട്ടുലിനോട്. അങ്ങനെയുള്ളതിനാണ് പട്ടുലു. അപ്പം നമുക്ക് പട്ടുലു ഇറങ്ങടാ പട്ടുലു. അതായിരിക്കുന്നല്ലോ ഒരു പട്ടുലു. നിന്റെ ആശ എവിടെടാ? നിന്റെ മെയിൻ പട്ടുലു എവിടെ ഇരിക്കുന്നത്? അതിലാൻ പറയൂല. നീ പറയൂലേ? എന്നാ പിടിച്ചോ. അപ്പം പറയൂലെന്ന്.
ഇത് പഴയ മോട്ടൂല്, ഇത് മോട്ടൂല് ചേട്ടനാണ് കേട്ടോ. അവ എവിടെ പോയി വിളിച്ചാലും അവൻ ഞങ്ങൾ കൊടുക്കും. അവൻ മിക്കവാറും എൻ്റെ അനിയൻ്റെ വീട്ടിൻ്റെ ഗെയിമിംഗ് റൂമിൽ വിളിച്ചിരിക്കും. അവന് ഏറ്റവും ഇഷ്ടമുള്ള ആ റൂമായിരുന്നു. ഇവിടെ ഉണ്ടല്ലോ എല്ലാവരും. നിൻ്റെ കാശ എവിടാ? നിൻ്റെ കാശാൻ പട്ടലും എവിടെ? പറയടാ ഒന്ന്. പറയൂലല്ലേ നീ? കേടാ നിന്നെ മാത്രം എതിർത്തന്നെ നിൻ്റെ അടുത്ത് ചോദിക്കാൻ വേണ്ടിയാണ്. എവിടാ? അയ്യോ എനിക്കറിഞ്ഞൂടാ. നീ പറയൂലല്ലേ? എന്നാ പിടിച്ച് നിനക്കും 2 നടി. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഇവനെ പട്ടുലുവിനെ കണ്ടുപിടിക്കണം. പട്ടുലു ഇനി എവിടെ കാണും? പട്ടുലു മിക്കവാറും എൻ്റെ കൂട്ടുകാരൻ ജാക്കിൻ്റെ വീട്ടിൽ കാണും. ജാക്കിൻ്റെ വീട്ടിലല്ല, ജാക്കിൻ്റെ റൂമിൽ. ഇതിൻ്റെ താഴെയാണ് ആ ജാക്കിൻ്റെ റൂം. അവിടെ എന്തായാലും വിളിച്ചിരിക്കും. നമുക്ക് കയറി എന്തായാലും നോക്കാം. അയ്യോ ഇവിടെ ഒന്നും ഇല്ലല്ലോ. അയ്യോ മോട്ടു ഒന്നെന്നോളൂ. തടിയെ മോട്ടുവിന്റെ കാൽപ്പാഞ്ച് ശബ്ദങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്. അയ്യോ മോട്ടുവിനെ ഞാൻ അടിച്ച് കൊല്ലുവെന്താറ്. അയ്യോ എന്റെ ബാക്കി സഹായികളെ അടിച്ചു കൊന്നു. മോട്ടു പട്ടുലുവിന്റെ ശബ്ദം കേട്ടാടാ. പട്ടുലു നീ ഇവിടെ ഒളിച്ചിരിക്കുന്നല്ലടാ. നീ എൻ്റെ അനിയനെ കൊല്ലുവല്ലേ? നീ ഇന്നാ പിടിച്ചു നിനക്കടി. നീ ഇത് നിനക്കൊരു പാഠമാട്ടെ കേട്ടാടാ. നിന്റെ സഹായമെല്ലാം മോളി ചത്തിറക്കും. നീയും ചാവടാ. അവിടെ ചത്ത് കടയടാ. ഇത് മോട്ടുവിൻ്റെ ചേട്ടൻ്റെ കഥയാ. ഇത് മോട്ടുവിൻ്റെ കഥയല്ല, ഇത് മോട്ടുവിൻ്റെ ചേട്ടൻ കേട്ടടാ. മോട്ടുവിൻ്റെ ചേട്ടൻ കുട്ടു. എൻ്റെ പേരാണ് കുട്ടു. അപ്പോഴത്തേക്കും ഇനി ഈ വീട് ഭരിക്കാൻ പോകുന്ന ഞാനാണ്. എൻ്റെ അനിയൻ്റെ സ്വപ്നങ്ങളും എല്ലാമായി ഞാൻ ഈ വീട് ഭരിക്കുമെടാ കേട്ടടാ. താഴെ ഒരു പട്ടുൽ ഒളിച്ചിരിക്കുകയാണ്. അവൻ്റെ തല നോക്കി ഒരു വെടിയെടുക്കാങ്ങ്. അപ്പോൾ അങ്ങ് ഒളിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ള എല്ലാവർക്കും ബൈ. തെറ്റാ.